ആയുസ്സിൻ്റെ വേദം ആയുർവേദം. എന്നാൽ ജീവിതത്തിൻ്റെ വേദമായി മാറിയ മരുന്ന്, ഭക്ഷണം നല്ല മരുന്ന് എന്നതൊക്കെ നമ്മൾ മറന്നു പോയിട്ടിന്ന് മരുന്ന് ഭക്ഷണം പോലെ കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ രോഗികൾ നിൽക്കുന്നത്. അങ്ങനെ ഭക്ഷണം പോലെ കഴിക്കുന്ന അത്ര മരുന്നുകളുള്ള ഒരു ജീവിത ശൈലി കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഡിസ്പെൻസിങ് ഓഫ് മെഡിക്കേഷൻസ് ഈസ് റൺ സേഫ്ലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് 6A ഇങ്ങനെ വിശദീകരിക്കുന്നു. റിട്ടേൺ ഗൈഡൻസ് ഷാൽ ബി ലേഡ് ഡൗൺ ഫോർ ദ സേഫ് ഡിസ്പെൻസിങ് ഓഫ് മെഡിക്കേഷൻസ്. നമ്മുടെ ആശുപത്രിയിൽ മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യുന്നതിന് വളരെ സേഫ് ആയിട്ടുള്ള പ്രാക്ടീസ്, റിട്ടേൺ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. സോ അത്തരത്തിൽ ആ റിട്ടേൺ ഗൈഡൻസിൽ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം. അത് മരുന്ന് വിൽക്കാൻ നേരം ഫിസിഷ്യൻ്റെ സാമ്പിൾ എടുത്ത് വിൽക്കരുതെന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെ തരുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സേഫായിട്ട് ഡിസ്പെൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനകത്ത് മരുന്നിൻ്റെ പേരും മരുന്നിൻ്റെ പേരും സ്ട്രെങ്തും റൂട്ടും എല്ലാം തന്നെ വിശദമായി എഴുതിയിട്ടുണ്ടായിരിക്കണം. അതനുസരിച്ചാണ് നമ്മളിത് അവർക്ക് അഡ്വൈസ് ചെയ്യേണ്ടത്. ആ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് അതിൻ്റെ ജനറിക് കോമ്പോസിഷനും ഫോർമുലേഷനും എക്സ്പയറി ഡേറ്റും സ്ട്രെങ്തും ഒക്കെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് സെറ്റാണോ എന്ന് നോക്കണം. അടുത്ത 60 ദിവസത്തേക്കുള്ള പ്രിസ്ക്രിപ്ഷനാണ്. 30 ഡേയ്സിൽ എക്സ്പയറി ആവുന്ന മരുന്ന് ഡിസ്പെൻസ് ചെയ്യരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ എക്സ്പയറി ആയ മരുന്ന് കൊടുത്തില്ലല്ലോ എന്ന് വാദിക്കുന്നതിന് മുമ്പ് ആ പ്രിസ്ക്രിപ്ഷനിൽ നോക്കണം. ആ പ്രിസ്ക്രിപ്ഷൻ്റെ കാലഘട്ടം, ടൈം, അതിൽ ഈ മരുന്ന് എക്സ്പയറി ആകുമോ എന്നത്. 90 ദിവസത്തേക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അടുത്ത 60 ദിവസം എക്സ്പയറി ഡേറ്റ് ഉള്ളതുകൊണ്ടാണ് സെയിൽ ചെയ്തതെന്ന് സേഫ് മെക്കാനിസം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ആർക്കൊക്കെ ബാധകമാണ്? നമ്മുടെ സാധാരണ റീറ്റെയിൽ ഫാർമസിയിലും ബാധകമാണ്. ഹോൾസെയിൽ ഫാർമസിയിൽ നിന്ന് നിങ്ങൾ ഇനി ഡിസ്പെൻസ് ചെയ്താൽ അവിടെയും ഇത് ബാധകമാണ്. ഒഴിവാകാൻ നോക്കണ്ട. കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് 6A. MOM 6A. ഡിസ്പെൻസിങ് ഓഫ് മെഡിക്കേഷൻസ് ഈസ് ഡൺ സേഫ്ലി.